എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മുരിങ്ങക്കായ ചുവന്നുള്ളിയുടെ ഒഴിച്ചു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് കട്ട് ചെയ്ത് വരാം. അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരല്പം പുളി ഞാനവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ടേബിൾ സ്പൂണ് മല്ലി, ഒരു 6-7 വറ്റൽമുളക്, ഒരു 1/2 സ്പൂണ് കുരുമുളക്, ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം, ഇതെല്ലാം ചേർത്തൊന്ന് ചുവക്ക വറുക്കാം. ഇനി അതിലേക്ക് ഒരു അരമുറി നാളികേരം ചെരുവിയത്, അതായത് ഒരു ചെറിയ അരമുറി ചെരുവിയത് ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ചുവക്ക വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ഒരു ചുവന്ന് വരുന്ന പരുവം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ പരുവത്തിൽ നമ്മൾക്ക് അതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. എന്നതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അല്ലേ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒരു 10 വെള്ളുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, പിന്നെ അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി, അത്യാവശ്യം വലിപ്പമുള്ള ചുവന്നുള്ളി തന്നെ എടുക്കുക. കട്ട് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് എണ്ണയിൽ നല്ലതുപോലെ മൂത്ത് വരട്ടെ. അപ്പോൾ ചുവന്നുള്ളിയും വെള്ളുള്ളി ഇഞ്ചിയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് 2 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഇതേപോലെ വലുതായിട്ടുള്ള കഷ്ണത്തിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. ഈ സമയം നമ്മൾക്ക് ആ മുരിങ്ങക്കായ കഴുകി വെച്ചത് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുരിങ്ങക്കായ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളൊരു 6-7 മിനിറ്റ് കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ അറിയാം മുരിങ്ങക്കായൊന്നും വെന്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിയുടെ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് നമ്മൾക്ക് കറിക്ക് ആവശ്യമായ ഒരു ലൂസ്, അമിതമായിട്ടുള്ള കട്ടി വേണ്ട, എന്നാൽ അധികം ലൂസും ഇല്ലാത്ത ഒരു പരുവത്തിൽ ഇനി നമ്മൾ ഈ മസാലയില്ല മുരിങ്ങക്കായൊക്കെ ഒന്ന് ശരിക്കൊന്ന് വെന്ത് വരട്ടെ. അതിനായിട്ട് വീണ്ടും ഒരു 6 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇപ്പോൾ കണ്ടില്ലേ, 6 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ശരിക്കും ആ കറികളൊന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ലൊരു ഒഴിച്ചു കറിയായിരിക്കും. അതിൻ്റെ കൂടെ ആ ചുവന്നുള്ളിയൊക്കെ എടുത്ത് കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് അല്പം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇതേ ഒരു കണ്ടീഷൻ ആവുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാതെ മുരിങ്ങക്കായെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നു. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ അതിൻ്റെ ഉപ്പും എരിവെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരല്പം മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു വറവും കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടാവുന്ന സമയത്ത്
കുറച്ച് കടുകിടുക. കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തതും ഒരല്പം കരിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് ഒരല്പം മുളക് പൊടി കൂടി അതിൻ്റെ മേലെ ഇട്ടിട്ട് നമ്മൾക്ക് ആ വറവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മുരിങ്ങക്കായ ചുവന്നുള്ളിയുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയാൽ മതി വറവിട്ടതിന് ശേഷം. എന്നതിന് ശേഷം നമ്മൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു മുരിങ്ങക്കായുടെ കറിയും പിന്നെ കുറച്ച് ചിക്കൻ വറുത്തതുമുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.